ദൈവത്തിൻ്റെ അപ്രൂവലില്ലാതെ ഒരു കാര്യം പ്രസംഗിക്കരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നദ്ധിയിലിരുന്ന് ദൈവത്തിൽ നിന്ന് അപ്രൂവൽ മേടിച്ച വേണം എന്തു ചെയ്യണം? ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട്. സ്തോത്രം. പ്രസംഗിക്കുന്നവർ ലജ്ജിച്ചു പോകാതെ പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കുന്ന തീമിനെ കുറിച്ച് നല്ല പ്രാഗൽഭ്യമുണ്ടായിരിക്കണം. സ്തോത്രം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ തന്നെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ലജ്ജിച്ചു പോകാതെ നിൽക്കണമെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കണം. ആ ദിവസം അതിനെ വെളിവാക്കും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. തീ കൊണ്ട് ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അന്നേ സ്തോത്രം നമ്മുടെ പ്രവൃത്തികൾ അറിയത്തുള്ളൂ എങ്ങനെയായിരുന്നു എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ ദൈവവചനത്തിൽ സ്തോത്രം പ്രസംഗിക്കുന്നവർ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ സ്തോത്രം ഉപയോഗിക്കുന്ന ഏക പുസ്തകം ഇതായിരിക്കണം. സ്തോത്രം. തിരുവെഴുത്തായിരിക്കണം. ഏക ആയുധം തിരുവെഴുത്തായിരിക്കണം. സ്തോത്രം. ഏക താല്പര്യം തിരുവെഴുത്തായിരിക്കണം. നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ സ്തോത്രം ഇച്ഛകളുമെല്ലാം ദൈവവചനത്തോട് എന്തു ചെയ്യണം? അനുരൂപപ്പെട്ടിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ 2 വ്യക്തികളെ കുറിച്ച് പറയുകയാണ്, ഹൂമനയോസും ഫിലേത്തോസും. ഹല്ലേലൂയ. ഭക്തിവിരുദ്ധമായ കാര്യങ്ങളെ പ്രസംഗിച്ചവരുടെ പേരവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫെരോസിന്റെ കുടുംബത്തിന് കർത്താവ്. ഇത് തിമോത്തിയോസിന്റെ ലേഖനത്തില് ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കാരണം എന്താണ്? അവർ വിശ്വാസത്തെ മറിച്ചു കളയുവാനിടയായി തീരും. വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്യാഗം സംഭവിക്കാതിരിക്കുവാൻ ഒഴിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളിൽ ഒഴിഞ്ഞിരിക്കേണ്ട വ്യക്തികളിൽ നിന്ന് നാം നിശ്ചയമായിട്ട്